Hello everyone, today we have to discuss a small topic, expectation values, and also discuss some problems related expectation value and Schrodinger equation. First of all, we have to discuss expectation value. What is expectation value? The expression mod psi square dx gives only the probability of finding the particle in between x and x plus dx. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൊബബിലിറ്റി പറഞ്ഞു. അപ്പോൾ എന്താണ് പ്രൊബബിലിറ്റി അല്ലെങ്കിൽ പ്രൊബബിലിറ്റി ഡെൻസിറ്റി എന്തായിരുന്നു? മോഡ് സൈ സ്ക്വയർ ഡി എക്സ്. സോ ഈ ഒരു എക്സ്പ്രഷൻ നമുക്ക് തരുന്നത് എന്താണ്? എക്സ് ആൻഡ് എക്സ് പ്ലസ് ഡി എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു റേഞ്ചിൻ്റെ ഇടയിൽ പാർട്ടിക്കിൾ കാണാനുള്ള പ്രൊബബിലിറ്റി. അതാണ് മോഡ് സൈ സ്ക്വയർ ഡി എക്സ് എന്നുള്ളത്. സോ നമ്മളിവിടെ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഈ ഒരു റീജിയണിൽ ധാരാളം ഒബ്സർവേഷൻസ് എടുക്കുക. ലാർജ് നമ്പർ ഓഫ് ഒബ്സർവേഷൻ എടുത്തിട്ട് അതിൻ്റെ മീന് കാണുകയാണ്. സോ ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എ പൊസിഷൻ അല്ലെങ്കിൽ മീൻ വാല്യൂ ഓഫ് എ പൊസിഷൻ. മീൻ വാല്യൂ കാണുന്നത് നിങ്ങൾക്കറിയാം, അത് തന്നെയാണ് എക്സ്പെക്റ്റേഷൻ എന്നുള്ളത്. അതിൻ്റെ ഒരു വേറൊരു ക്വാണ്ടം മെക്കാനിക്സിൽ അതിന് പറയുന്ന പേരാണ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ദ പൊസിഷൻ. അതായത് എന്താ പറഞ്ഞത്? ഈ ഒരു എക്സ് ആൻഡ് എക്സ് പ്ലസ് ഡി എക്സ് എന്നുള്ള ആ ഒരു റീജിയണിൽ ലാർജ് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എടുത്തിട്ട് അതിൻ്റെ മീൻ വാല്യൂ കണ്ടുപിടിക്കുകയാണ്. സോ ഈ ഒരു മീൻ വാല്യൂവിനെയാണ് എന്ന് പറയുന്നത്? എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എ പൊസിഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് എക്സ്പെക്റ്റേഷൻ വാല്യൂവിൻ്റെ ഡെഫിനിഷൻ എങ്ങനെ പറയാം? ദ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എ ഡൈനാമിക്കൽ ക്വാണ്ടിറ്റി ഈസ് ദ മാത്തമാറ്റിക്കൽ എക്സ്പെക്റ്റേഷൻ ഫോർ ദ റിസൾട്ട് ഓഫ് എ സിംഗിൾ മെഷർമെൻറ്റ്. ഇവിടെ നമ്മൾ ലാർജ് മെഷർമെൻറ്റ് എടുക്കുമെങ്കിലും എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്നുള്ളതിൻ്റെ ഡെഫിനിഷനായിട്ട് നമുക്ക് എന്ത് പറയാം? ഒരു സിംഗിൾ മെഷർമെൻറ്റിൻ്റെ എക്സ്പെക്റ്റേഷനെയാണ്, മാത്തമാറ്റിക്കൽ എക്സ്പെക്റ്റേഷനെയാണ് എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്ന് പറയുന്നത്. ഇനി അതല്ലെങ്കിൽ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് ഡിഫൈൻ ആസ് ആവറേജ് ഓഫ് റിസൾട്ട് ഓഫ് എ ലാർജ് നമ്പർ ഓഫ് മെഷർമെൻറ്റ്സ് ഓൺ ഇൻഡിപെൻഡൻറ്റ് ഐഡൻറ്റിക്കൽ സിസ്റ്റം. അതായത് എന്താണ്? ഒരു ഇൻഡിപെൻഡൻറ്റ് ഐഡൻറ്റിക്കൽ സിസ്റ്റത്തിൻ്റെ ലാർജ് നമ്പർ ഓഫ് മെഷർമെൻറ്റിൻ്റെ ഒരു ആവറേജ് ആണ് എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്നുള്ളത്. ദാറ്റ് ഈസ് സിസ്റ്റം റെപ്രസെൻറ്റഡ് ബൈ ഐഡൻറ്റിക്കൽ വേവ് ഫംഗ്ഷൻ. നമ്മൾ പറഞ്ഞു ഇൻഡിപെൻഡൻറ്റ് ഐഡൻറ്റിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞു. അതായത് എന്താണ്? സിസ്റ്റം റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു ഐഡൻറ്റിക്കൽ വേവ് ഫംഗ്ഷനെയാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് പൊസിഷനെ എക്സ്പ്രസ് ചെയ്യുക എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിഫ്രാക്ഷൻ എക്സ്പെരിമെൻ്റാണ് എടുക്കുന്നത്. ഇലക്ട്രോണിൻ്റെ ഡിഫ്രാക്ഷൻ എക്സ്പെരിമെൻറ്റ് കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ അതിൽ n ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ഇലക്ട്രോണിൻ്റെ പൊസിഷൻ നമ്മൾ സ്റ്റഡി ചെയ്യുകയാണ്. ഏത് റീജിയണിലാണ്? എക്സ് ആൻഡ് എക്സ് പ്ലസ് ഡി എക്സ്. അറ്റ് എ ടൈം ടി. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ പറഞ്ഞു ഐഡൻറ്റിക്കൽ വേവ് ഫംഗ്ഷനുള്ള ഒരു സിസ്റ്റം ആയിരിക്കണമെന്ന്. അതായത് ഈ n ഇലക്ട്രോണിൻ്റെയും ഡിസ്ക്രൈബ് ചെയ്യുന്ന വേവ് ഫംഗ്ഷൻ എന്തായിരിക്കണം? സൈ ഓഫ് എക്സ് ടി ആയിരിക്കണം. അറ്റ് ടി ഈസ് ഈക്വൽ ടു ടി. ടി ടൈമിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ എക്സ് ആൻഡ് എക്സ് പ്ലസ് ഡി എക്സ് എന്നുള്ള ആ ഒരു റീജിയണിൽ എത്ര ഇലക്ട്രോണ് ഉണ്ട് എന്നുള്ളത് നോക്കാം. അതായത് നമ്പർ ഓഫ് പൊസിഷൻ ഓഫ് ഇലക്ട്രോൺസ് വിത്ത് പൊസിഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് എക്സ് പ്ലസ് ഡി എക്സ് മെഷർ ചെയ്യുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ പ്രോബബിലിറ്റി പറയാം. അതായത് പ്രോബബിലിറ്റി ഓഫ് ആൻ ഇലക്ട്രോൺ വിൽ ബി ഇൻ ദ പൊസിഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് എക്സ് പ്ലസ് ഡി എക്സ് എന്തായിരിക്കും? P is equal to number of electron in the position between x and x plus dx divided by n. ഇപ്പോൾ ക്യാപിറ്റൽ എന്നുള്ളത് എന്താണ്? ആ ഒരു സിസ്റ്റത്തിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണ്. നമ്മൾ എന്ത് മെഷർ ചെയ്തു? എക്സ് ആൻഡ് എക്സ് പ്ലസ് ഡി എക്സ് എന്നുള്ള ആ ഒരു പൊസിഷനിലുള്ള ആ പൊസിഷനിൽ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺ മെഷർ ചെയ്തു. എന്നിട്ട് ഈ ഒരു നമ്പർ ഓഫ് ഇലക്ട്രോണിനെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോണുമായിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? പ്രോബബിലിറ്റി കിട്ടുക. ഇനി നമുക്കറിയാം സൈ നോർമലൈസ്ഡ് ആണെങ്കിൽ പ്രോബബിലിറ്റി പി ഈസ് ഈക്വൽ ടു എന്താണ്? മോഡ് സൈ സ്ക്വയർ ആണ്. അതായത് സൈ സ്റ്റാർ ഓഫ് എക്സ് ടി ഇൻറ്റു സൈ ഓഫ് എക്സ് ടി ഡി എക്സ് ആണ് പ്രോബബിലിറ്റി എന്നുള്ളത്. നമ്മൾ ഈ രണ്ട് ഇക്വേഷനും കൂടി കമ്പയർ ചെയ്യുകയാണ്. നമ്മൾ നേരത്തെ ഇക്വേഷൻ എന്തായിരുന്നു? നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ദ പൊസിഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് എക്സ് പ്ലസ് ഡി എക്സ് ഡിവൈഡഡ് ബൈ എൻ ഇസ് ഈക്വൽ ടു എന്തെന്ന് വരും? സൈ സ്റ്റാർ ഓഫ് എക്സ് ടി ഇൻറ്റു സൈ ഓഫ് എക്സ് ടി ഡി എക്സ് എന്ന് വരും. സോ ഇതിന് നമുക്ക് നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ദ പൊസിഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് എക്സ് പ്ലസ് ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്ത് പറയാം? എൻ ഇൻറ്റു സൈ സ്റ്റാർ ഓഫ് എക്സ് ടി സൈ ഓഫ് എക്സ് ടി ഡി എക്സ് എന്ന് പറയാം. നമ്മളിങ്ങനെ മെഷർ ചെയ്തില്ല, ഓരോ ഇലക്ട്രോണിൻ്റെയും പൊസിഷന് മെഷർ ചെയ്തു. ഇതിൻ്റെയൊക്കെ സം എടുക്കുകയാണ്. അതായത് ഓരോ മെഷേർഡ് വാല്യൂസ് എന്താണ്? x2 x3 അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ ഫോർ n ഇലക്ട്രോണിൻ്റെ ഈ പൊസിഷൻ്റെ സം എടുക്കുകയാണ്.
അതായത് x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര അപ് ടു SN. സോ അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ മതി. നമുക്കറിയാം ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളതിനെ സം എടുക്കുമ്പോൾ അതിനെ നമ്മൾ എന്താ ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ചെയ്യാണ് ചെയ്യുക. സോ x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര അപ് ടു XN ഇസ് ഈക്വൽ ടു എന്ത് എന്ന് പറയാം, ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി nx psi സ്റ്റാർ psi dx. അതായത് നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ദ പൊസിഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് എക്സ് പ്ലസ് ഡി എക്സ് n psi സ്റ്റാർ psi dx ആണ്. നമ്മുടെ പൊസിഷൻ എക്സ് എന്നെടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിനെ എങ്ങനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി nx psi സ്റ്റാർ psi dx. ഇത് തന്നെ ആയിരിക്കും എന്ത് എന്നുള്ളത് x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര അപ് ടു SN. ഓരോ മെഷർമെൻ്റ് എടുത്തിട്ട് നമ്മളതിനെ സം ചെയ്ത് കിട്ടുന്ന വാല്യൂവും ഈ ഇൻ്റഗ്രേഷൻ്റെ റിസൾട്ടും എന്തായിരിക്കും, സെയിം ആയിരിക്കും. സോ നമുക്കിതിനെ ഇങ്ങനെ എഴുതാം. നെക്സ്റ്റ് എന്ത് ചെയ്യാം, ഇതിനെ ത്രൂ ഔട്ട് ക്യാപിറ്റൽ N ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ എന്തായിട്ട് മാറും, x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര അപ് ടു SN ഡിവൈഡഡ് ബൈ n ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി x psi സ്റ്റാർ psi dx എന്ന് വരും. ഇതിൽ LHS ശ്രദ്ധിച്ചു. LHS എന്താണ്, മീൻ വാല്യൂ ആണ്. സോ നമുക്കറിയാം ഈ മീൻ വാല്യൂ ആണ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എക്സ് എന്നുള്ളത്. സോ ഇക്വേഷൻ എന്തെന്ന് വരും, എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് psi സ്റ്റാർ psi dx. സോ പൊസിഷൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ കാണാൻ പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് കാണുക. ഇങ്ങനെയാണ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് psi സ്റ്റാർ psi dx എന്ന്. അപ്പോൾ നമുക്കിനി ഏതൊരു ഡൈനാമിക്കൽ ക്വാണ്ടിറ്റി കിട്ടിയാലും ഈ ഒരു ഡൈനാമിക്കൽ ക്വാണ്ടിറ്റിയുടെ എക്സ്പെക്റ്റേഷൻ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ അങ്ങനെ പൊസിഷൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ ആണ് എഴുതിയിട്ടുള്ളെങ്കിൽ നമുക്ക് മറ്റൊരു ഡൈനാമിക്കൽ ക്വാണ്ടിറ്റി ആയിട്ടുള്ള എഫ് ഓഫ് എക്സിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ കാണാനാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി psi സ്റ്റാർ എഫ് ഓഫ് എക്സ് psi dx. ഇങ്ങനെയാണ് ഒരു ഡൈനാമിക്കൽ ക്വാണ്ടിറ്റിയുടെ എക്സ്പെക്റ്റേഷൻ വാല്യൂ കാണുക. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണ് ഒരു പൊട്ടൻഷ്യൽ എനർജിയാണ്. ഈ ഒരു പൊട്ടൻഷ്യൽ എനർജി വി ഓഫ് എക്സിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ ആണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനെങ്ങനെ എഴുതാം, എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് വി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി psi സ്റ്റാർ വി ഓഫ് എക്സ് psi dx എന്ന് ചെയ്താൽ മതി. നമുക്ക് കുറച്ച് പ്രോബ്ലംസ് നോക്കാം. അപ്പോൾ എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. എന്തായിരുന്നു എക്സ്പെക്റ്റേഷൻ വാല്യൂ, ഒരു ഡൈനാമിക്കൽ ക്വാണ്ടിറ്റി ആയിട്ടുള്ള എഫ് ഓഫ് എക്സിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ എങ്ങനെയാണ് കാണുക, എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി psi സ്റ്റാർ എഫ് psi dx എന്നാണ്. നമുക്ക് നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. നോർമലൈസ് ദ വേവ് ഫംഗ്ഷൻ psi ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എക്സ് ബൈ എ. നമുക്കൊരു വേവ് ഫംഗ്ഷൻ psi ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എക്സ് ബൈ എ തന്നിട്ടുണ്ട്. അതിനെ നോർമലൈസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യുക, എ psi എന്നുള്ളത് ഒരു നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ ആണെന്ന് കൺസിഡർ ചെയ്യുക. സോ ഒരു നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ്റെ കണ്ടീഷൻ എന്താണ്, ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എ psi ഓൾ സ്റ്റാർ ഇൻറ്റു എ psi dx ഇസ് ഈക്വൽ ടു 1. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി psi സ്റ്റാർ psi dx ഇസ് ഈക്വൽ ടു 1 ആണ് ഈ വേവ് ഫംഗ്ഷൻ നോർമലൈസ്ഡ് ആണെങ്കിൽ. സോ ഇവിടെ അങ്ങനെ നമ്മൾ എന്താ കൺസിഡർ ചെയ്തത്, എ psi എന്നുള്ളതൊരു നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷനാണ്. എന്നിട്ട് എ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ വേവ് ഫംഗ്ഷൻ എന്ത് ചെയ്യാം, നോർമലൈസ് ചെയ്യാം. സോ ഇക്വേഷൻ ഇങ്ങനെ വരും. ഇനി ഇക്വേഷൻ എന്ത് വരും, മോഡ് എ സ്ക്വയർ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി psi സ്റ്റാർ psi dx ഇസ് ഈക്വൽ ടു 1. ഇവിടെ അങ്ങനെ എന്ത് ചെയ്യുക, സൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പക്ഷേ സൈ ഒരു കോംപ്ലക്സ് ഒന്നല്ല, ഇ റേസ് ടു മൈനസ് എക്സ് ബൈ എ ആണ്. അതുകൊണ്ട് തന്നെ psi സ്റ്റാറും സൈയും സെയിം ആയിരിക്കും. സോ ഇക്വേഷൻ എന്തായിട്ട് വരും, മോഡ് എ സ്ക്വയർ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് 2x ബൈ എ dx ഇസ് ഈക്വൽ ടു 1 എന്ന് വരും. ഇനി അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, മോഡ് എ സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് 2x ബൈ എ ഡിവൈഡഡ് ബൈ മൈനസ് 2 ബൈ എ. കാരണം എക്സ്പൊണൻഷ്യലിൻ്റെ ഇൻ്റഗ്രൽ എക്സ്പൊണൻഷ്യൽ തന്നെയാണ്. പിന്നെ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ആയിട്ടുള്ള മൈനസ് 2 ബൈ എ എന്നുള്ളത് ഡിനോമിനേറ്റർക്ക് വരും. ഇനി എന്ത് ചെയ്യുക, ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ലിമിറ്റ് എന്തായിരുന്നു, മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആയിരുന്നു.
സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി തന്നെയാണ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. കാരണം ഇവിടെ അങ്ങനെ എക്സ്പൊണൻഷ്യൽ ഒരു സിമ്മട്രിക് വാല്യൂ ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുക. സോ നമ്മൾ ലിമിറ്റ് എന്താണ് അപ്ലൈ ചെയ്യേണ്ടത്? ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ആണ്. ഒരു 2 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? e⁻² ഇൻറ്റു ഇൻഫിനിറ്റി, അതായത് അത് 0 ആയിട്ട് പോകും. കാരണം e⁻∞ എന്താണ്? 0 ആണ്. നെക്സ്റ്റ് ഉള്ളത് മൈനസ് e⁻² ഇൻറ്റു 0. സോ e⁻0 വരും, അത് 1 വരും. സോ എന്ത് വരും? -1/-2/a, അതായത് എന്താണ്? പ്ലസ് a/2 എന്ന് വരും. 2 ക്യാൻസലായി പോകും. ബാക്കി എന്തുണ്ടാകും? മോഡ് a² ഇൻറ്റു a = 1, അതായത് മോഡ് a² 1/a. അതെന്താണ് ഇംപ്ലൈ ചെയ്യുന്നത്? മോഡ് a = 1/√e. സോ നമ്മൾ psi of x = e⁻x/a നോർമലൈസ് ചെയ്താൽ എന്തായിരിക്കും വേവ് ഫംഗ്ഷൻ? e⁻x/a ഡിവൈഡഡ് ബൈ √a. ഇനി ഇതുപോലെ വേറൊരു ക്വസ്റ്റ്യനും കൂടി ചെയ്യാം. നമ്മുടെ വേവ് ഫംഗ്ഷൻ എന്താണ്? e⁻m⁴/2h². ഇതിനെയാണ് നമ്മൾ നോർമലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്കൊരു ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ വരും. ഏതാണ്? ഇൻ്റഗ്രൽ -∞ ടു e⁻x² dx √π എന്നുള്ള ഫോമിൽ. അപ്പോൾ ഈ വാല്യൂ √π എന്നുള്ള വാല്യൂ അവിടെ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ ഇവിടെയും നേരത്തെ പോലെ തന്നെ സൈനെ നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എസ് ഐ ഒരു നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ ആണെന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നോർമലൈസേഷൻ കണ്ടീഷനിൽ അപ്ലൈ ചെയ്തിട്ട് ഇക്വേഷൻ എന്തെന്ന് വരും? മോഡ് a² ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി e⁻²m⁴/2h² dx = 1. ഇവിടെ നേരത്തെ അതേപോലെ തന്നെ നമ്മളെ വേവ് ഫംഗ്ഷൻ എന്തല്ല? കോംപ്ലക്സ് അല്ല. അതുകൊണ്ട് തന്നെ സൈ സ്റ്റാറും സൈയും സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് e⁻²m⁴/2h² എന്ന് വന്നത്. ഇതിൽ m⁴ ഡിവൈഡഡ് ബൈ h² നമ്മൾ ആൽഫ എന്നെടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എന്ത് വരും? മോഡ് a² ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി e⁻²α�x² dx = 1. നമ്മൾ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട് e⁻∞ ടു ഇൻഫിനിറ്റി e⁻x² dx = √π ആണെന്ന്. പക്ഷെ നമുക്കിവിടെ തന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് e⁻²α�x² എന്നാണ്. സോ അതിനെ നമുക്ക് ഈ ഒരു ഫോമിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ 2α�x² t² എന്നെടുക്കാം. അപ്പോൾ അതിന് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്ത് വരും? 2α × 2x dx = 2t dt. 2 ക്യാൻസലായി പോയാൽ ഇതിന് നമുക്ക് dx = എന്തെന്ന് എഴുതാം? t dt ഡിവൈഡഡ് ബൈ 2αx എന്ന് എഴുതാം. ഇനി എക്സ് എന്നുള്ളിടത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? t ഡിവൈഡഡ് ബൈ √2α. നമ്മൾ എക്സ് ഉള്ളിടത്തൊക്കെ t ആയിട്ട് മാറ്റണം. അപ്പോൾ 2α √2α കൂടി ക്യാൻസലായി പോയാൽ ഡിനോമിനേറ്ററിലൊരു √2α എന്ന് വരും. ടി ക്യാൻസലായി പോയി. അങ്ങനെയാണെങ്കിൽ dx = എന്തെന്ന് വരും? dt ഡിവൈഡഡ് ബൈ √2α. ഇനി നമ്മളെ പ്രോബ്ലത്തിൽ എന്ത് ചെയ്യുക? 2α�x² എന്നുള്ളിടത്ത് t² എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. dx എന്നുള്ളിടത്ത് dt ഡിവൈഡഡ് ബൈ √2α എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഇക്വേഷൻ നമ്പർ 1 എന്തായിട്ട് മാറും? മോഡ് a² ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി e⁻t² dt ഡിവൈഡഡ് ബൈ √2α = 1. സോ ഇത് ആ ഒരു ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ ഫോമിലായി. അപ്പോൾ ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി e⁻t² dt വാല്യൂ എന്തെന്ന് എഴുതാം? √π എന്ന് എഴുതാം. സോ എന്ത് വരും? മോഡ് a² ഡിവൈഡഡ് ബൈ √2α ഇൻറ്റു √π = 1. അതായത് മോഡ് a² എന്തെന്ന് വരും? √2α ഡിവൈഡഡ് ബൈ √π എന്ന് വരും. അതായത് മോഡ് a = 2α ഡിവൈഡഡ് ബൈ π all⁻⁴. കാരണം all⁻² എന്നുള്ളതിന് ഒരു 1/2 കൂടി വരുമ്പോൾ എന്ത് വരും? 1/4 വരും. പവർ 1/4 ആകും.
സോ നമ്മുടെ നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷനെ നമുക്ക് എങ്ങനെ എഴുതാം? സൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 ആൽഫ ഡിവൈഡഡ് ബൈ പൈ ഓൾ റേസ് ടു 1/4 ഇ റേസ് ടു മൈനസ് ആൽഫ എക്സ് സ്ക്വയർ. കാരണം എം ഒമേഗ ബൈ 2h കട്ടിനെ നമ്മൾ ആൽഫ എന്നെടുത്തത്. ഇനി അതുകൂടി അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? സൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2m omega by 2h cut by all raised to 1/4 e raised to minus m omega by 2h cut x square. അതായത് എന്താണ്? നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ എം ഒമേഗ ഡിവൈഡഡ് ബൈ പൈ എച്ച് കട്ട് ഓൾ റേസ് ടു 1/4 ഇ റേസ് ടു മൈനസ് എം ഒമേഗ ബൈ 2h കട്ട് എക്സ് സ്ക്വയർ എന്നാണ്. നമ്മൾ നോർമലൈസ് ചെയ്യാനുള്ള 2 പ്രോബ്ലമാണ് ഇപ്പോൾ ചെയ്തത്. ഇനി നെക്സ്റ്റ് എക്സ്പെക്റ്റേഷൻ വാല്യൂ കാണുന്ന ഒരു പ്രോബ്ലം നോക്കാം. Find the expectation value of momentum of particle whose wave function psi of x is equal to n integral minus infinity to infinity e raised to minus x square divided by 2a square plus ik. ഇനി ഈ ഒരു വേവ് ഫംഗ്ഷനിൽ മൊമെൻറ്റത്തിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് മൊമെൻറ്റം പി ഇസ് ഈക്വൽ ടു എന്താണ് വരിക? ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സൈ സ്റ്റാർ പി ക്യാപ് സൈ ഡി എക്സ്. ഇവിടെ ഇങ്ങനെ ഓപ്പറേറ്റർ മൊമെൻറ്റം ഓപ്പറേറ്ററിൻ്റെ വാല്യൂ എന്താണ്? മൈനസ് ഐ എച്ച് കട്ട് ഡി ബൈ ഡി എക്സ്. നിങ്ങൾ പിന്നീട് പഠിക്കും. മൊമെൻറ്റം ഓപ്പറേറ്ററിൻ്റെ വാല്യൂ ഇതാണ് വരിക. പൊസിഷൻ ഓപ്പറേറ്റർ ആണെങ്കിൽ നമുക്ക് എക്സ് എന്ന് കൊടുത്താൽ മതി. പക്ഷേ മൊമെൻറ്റം ഓപ്പറേറ്റർ ആകുമ്പോൾ വാല്യൂ എന്താണ് വരിക? മൈനസ് ഐ എച്ച് കട്ട് ഡി ബൈ ഡി എക്സ്. സോ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് പി എന്തെന്ന് വരും? ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സൈ സ്റ്റാർ മൈനസ് ഐ എച്ച് കട്ട് ഡി ബൈ ഡി എക്സ് സൈ ഡി എക്സ്. അതായത് മൈനസ് ഐ എച്ച് കട്ട് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സൈ സ്റ്റാർ ഡി സൈ ബൈ ഡി എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് വരും. നമുക്ക് സൈ തന്നിട്ടുണ്ട്. സോ അതിനെന്ത് ചെയ്യുക? വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഡി സൈ ബൈ ഡി എക്സ് കിട്ടും. ഡി സൈ ബൈ ഡി എക്സ് എന്താണ് വരിക? ഡി ബൈ ഡി എക്സ് ഓഫ് n e raised to minus x square divided by 2a square plus ikx. അപ്പോൾ n നമ്മൾ പുറത്തെടുത്തു. ഇനി അവിടെ അങ്ങനെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. കാരണം 2 ടേംസ് വരുന്നുണ്ട്. ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ബൈ 2a സ്ക്വയറും ഇ റേസ് ടു ikxും. സോ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ആദ്യം ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ബൈ 2a സ്ക്വയർ ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ എ സ്ക്വയർ എന്ന് വരും. കാരണം എക്സ്പൊണൻഷ്യലിൻ്റെ ഡെറിവേറ്റീവ് എഴുതി. ഇനി എന്ത് ചെയ്യണം? മൈനസ് എക്സ് സ്ക്വയർ ബൈ 2a സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ്. അതെന്താണ് വരിക? മൈനസ് 2x ഡിവൈഡഡ് ബൈ 2a സ്ക്വയർ എന്ന് വരും. 2 ക്യാൻസൽ ആയി പോയാൽ എന്ത് വരും? മൈനസ് എക്സ് ബൈ എ സ്ക്വയർ എന്ന് വരും. പിന്നെ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ എന്താണ്? ഇ റേസ് ടു ikx പ്ലസ് ഇനി ഇ റേസ് ടു ikxൻ്റെ ഡെറിവേറ്റീവ് ഇൻ്റെ ഫസ്റ്റ് ഫംഗ്ഷനാണ് വരേണ്ടത്. ഇ റേസ് ടു ikxൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക? ഈ ik ഇൻറ്റു ഇ റേസ് ടു ikx തന്നെയാണ് വരിക. സോ സെക്കൻഡ് ടേം എന്ത് വരും? ik ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ബൈ 2a സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു ikx. സോ ഇതിൽ കോമൺ ആയിട്ട് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ബൈ 2a സ്ക്വയർ പ്ലസ് ikx വരുന്നുണ്ട്. സോ അതിനെ ഔട്ട് സൈഡ് എടുക്കുക. അപ്പോൾ ഡി സൈ ബൈ ഡി എക്സ് എന്ത് വരും? n ഇൻറ്റു മൈനസ് എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ik ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ബൈ 2a സ്ക്വയർ പ്ലസ് ikx എന്ന് വരും. ഇനി ഇത് സൈ സ്റ്റാർ കാണാം. സൈ സ്റ്റാർ എന്ന് പറയുമ്പോൾ എന്ത് വരും? എൻ സ്റ്റാർ ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ബൈ 2a സ്ക്വയർ മൈനസ് ikx. നമുക്കറിയാലോ സൈ സ്റ്റാർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സ്റ്റാർ എടുക്കുക എന്ന് പറയുമ്പോൾ കോംപ്ലക്സ് ആണ്, നെഗറ്റീവ് ആവുകയുള്ളൂ. സോ ഇക്വേഷൻ എങ്ങനെ വരും? നമുക്ക് ഇക്വേഷൻ നമ്പർ 2ഉം 3ഉം കിട്ടി. ഈ 2 ഇക്വേഷൻ എന്ത് ചെയ്യുക? ഇക്വേഷൻ നമ്പർ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് പി എന്നുള്ളത് എന്ത് വരും? മൈനസ് ഐ എച്ച് കട്ട് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എൻ സ്റ്റാർ ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ബൈ 2a സ്ക്വയർ മൈനസ് ikx ഇൻറ്റു എൻ മൈനസ് എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ik ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ബൈ 2a സ്ക്വയർ പ്ലസ് ikx ഇൻറ്റു ഡി എക്സ്. അപ്പോൾ എൻ സ്റ്റാർ എന്നിനെ നമുക്ക് മോഡ് എൻ സ്ക്വയർ എന്ന് എഴുതാം. പിന്നെ 2 എക്സ്പൊണൻഷ്യലും കൂടി കമ്പൈൻ ചെയ്ത് എഴുതാം. അപ്പോൾ ഒന്നിൽ മൈനസ് ikx ഉണ്ട്, ഒന്നിൽ പ്ലസ് ikx ഉണ്ട്. അത് ക്യാൻസലായി പോകും. പിന്നെ ആ എക്സ് സ്ക്വയർ ബൈ 2a സ്ക്വയറിൻ്റെ ടേംസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സോ ഇക്വേഷൻ എന്തായിട്ട് മാറും? മൈനസ് ഐ എച്ച് കട്ട് മോഡ് എൻ സ്ക്വയർ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മൈനസ് എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ik ഇൻറ്റു
ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ ഡി എക്സ്. കാരണം എന്ത് വരും? ഇ റേസ് ടു മൈനസ് 2x സ്ക്വയർ ബൈ 2a സ്ക്വയർ എന്ന് വരും. 2 ക്യാൻസലായി പോയാൽ എക്സ്പൊണൻഷ്യൽ ടേം എന്ത് വരും? ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ ഡി എക്സ്. ഇനി രണ്ട് ടേമിനെയും സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. അപ്പോൾ ഫസ്റ്റ് ടേമിൽ എന്ത് വരും? മൈനസ് രണ്ടെണ്ണം വരും. സോ അത് ക്യാൻസലായി പോയാൽ ഇക്വേഷൻ എന്ത് വരും? ഐ എച്ച് കട്ട് മോഡ് എൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ ഡി എക്സ് എന്ന് വരും. പിന്നെ പ്ലസ് അതിൽ ഐ ഇൻറ്റു ഐ എന്ന് വരും. സോ മൈനസ് വരും. അപ്പോൾ ഓൾറെഡി അവിടെയുള്ള മൈനസിനെ അത് ക്യാൻസലാക്കി പോവും. പിന്നെ എന്തുണ്ടാകും? എച്ച് കട്ട് മോഡ് എൻ സ്ക്വയർ കെ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ ഡി എക്സ് എന്ന് വരും. ഇതിൽ ഫസ്റ്റ് ടേം വാനിഷ് ചെയ്ത് പോകും. കാരണം ഇൻ്റഗ്രൽ ഓഡാണ്. എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ ആണ്. സോ ഇൻ്റഗ്രൽ ഓഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റിയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ടേം വാനിഷ് ചെയ്ത് പോകും. അപ്പോൾ നമ്മൾ സെക്കൻഡ് ടേമിനെ മാത്രം ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് പി എന്ത് വരും? എച്ച് കട്ട് മോഡ് എൻ സ്ക്വയർ കെ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ ഡി എക്സ് എന്ന് വരും. ഇതിൽ മോഡ് എൻ സ്ക്വയറിനെ നമ്മൾ ഇൻ്റഗ്രലിൻ്റെ ഉള്ളിലേക്ക് എടുത്താൽ എന്ത് വരും? എച്ച് കട്ട് കെ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡ് എൻ സ്ക്വയർ ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ ഡി എക്സ്. സോ ഈ ഇൻ്റഗ്രൽ എന്താണ്? ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സൈ സ്റ്റാർ സൈ ഡി എക്സ് ആണ്. നമുക്കറിയാലോ സൈ നമ്മളെടുത്തത് എൻ ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ബൈ 2a സ്ക്വയർ ആണ്. സോ സൈ സ്റ്റാർ സൈ ചെയ്താൽ നമുക്ക് കിട്ടുക മോഡ് എൻ സ്ക്വയർ ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ ആണ്. സോ ഇൻ്റഗ്രലിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സൈ സ്റ്റാർ സൈ ഡി എക്സ് എന്തായിരിക്കും? 1 ആയിരിക്കും. സോ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് മൊമെൻറ്റം പി ഈസ് ഈക്വൽ ടു എച്ച് കട്ട് കെ ആണ് വരിക. സോ നമ്മളിന്ന് ഒരു ചെറിയ ടോപ്പിക്ക് മാത്രമാണ് ഡിസ്കസ് ചെയ്തത്. എന്തായിരുന്നു? എക്സ്പെക്റ്റേഷൻ വാല്യൂ. അതിനുള്ള ഇക്വേഷനൊക്കെ പറഞ്ഞു. പിന്നെ നമ്മളത് വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസാണ് ഡിസ്കസ് ചെയ്തത്. സോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ലെറ്റ് us wind up the class. Thank you.